എല്ലാ മാസവും മൂന്നാമത്തെ ദിവസം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ സ്ട്രെച്ചിങ് എക്സസൈസ് മാത്രമായിട്ടൊരു ക്ലാസ് കിട്ടും. അപ്പോൾ എത്ര പേര് വരുന്നോ അവർക്കത് കൊടുക്കുന്നതിനുള്ള പ്രയോജനം കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ഇത് നടത്തുന്നതിലേക്ക് വേണ്ടി നമ്മളുടെ കൂടെ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഇരിക്കുന്നത്. ലയൺസ് ക്ലബിൻ്റെ ആൾക്കാരാണ് ഇത്. ലയൺസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. ലോകത്തെ ഒരു 100 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന 108 കൊല്ലം പഴക്കമുള്ള ഒരു സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ഇൻ്റർനാഷണൽ. ഗണേഷ് ഈ വർഷത്തെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ഈ കൂട്ടായ്മയിൽ സ്വാഗതിച്ചു. അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഡയബറ്റീസിൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ് സിന്ധുദാസ്. ലയൺ സിന്ധുദാസിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ രാജലക്ഷ്മി ഡോക്ടറെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള നിങ്ങളെല്ലാം പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഡം ക്ലാസ് നേരത്തെ തുടങ്ങിയതുകൊണ്ട് ഏകദേശം കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മാഡത്തിനെയും ഈ ലയൺസ് ക്ലബിന് വേണ്ടിയും വേണാട് ഹോസ്പിറ്റലിന് വേണ്ടിയും സ്വാഗതം. പിന്നെ ഇവിടെ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ചിലർക്ക് ചില ഡയബറ്റീസ് ഡിറ്റക്ഷൻ ക്യാമ്പുമാണ് ഇന്ന് ഇവിടെ ഈ വേണാട് ആശുപത്രിയിൽ നടക്കുന്നത്. അതിനുവേണ്ടി ഈ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന വേണാട് ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ഞങ്ങളുടെ ലയൺസ് ക്ലബിൻ്റെ തലതൊട്ടപ്പം എന്ന് പറയാം. അദ്ദേഹമാണ് ഞങ്ങളുടെ മെമ്പറും ഏറ്റവും സീനിയർ മോസ്റ്റ് അംഗവുമാണ്. അദ്ദേഹത്തിനെ ഞാൻ നിങ്ങളെല്ലാവരും ഇതിൽ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ഫെസിലിറ്റി ഞങ്ങൾക്കിവിടെ അറേഞ്ച് തന്നതിനും മാഡത്തിന് ഈ ക്ലാസ്സുകൾ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിനും ഉള്ള നന്ദിയും അദ്ദേഹത്തിനോട് രേഖപ്പെടുത്തുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലയൺസ് ഇൻ്റർനാഷണൽ എന്തിനിവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ പറയുന്നത് 4-ൽ 1 45 വയസ്സിൻ്റെ മുകളിൽ 4-ൽ 1 ഡയബറ്റീസ് ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. നമസ്കാരം. ഈ പറഞ്ഞ പോലെ ലയൺസ് ക്ലബ്സ് എന്താണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പ്രസിഡന്റ് നമ്മുടെ ഡോക്ടർ അയ്യപ്പനും ഞങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ. പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ സേവന പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരോഗ്യമേഖല. അതിൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ്, വിഷം, നേത്ര പരിശോധന, കുട്ടികളിലുള്ള ക്യാൻസർ, യൂറിനറി ക്യാൻസർ, അങ്ങനെ പല രീതികളിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളല്ലാതെയുള്ള കാര്യങ്ങൾ, ഈ വിശപ്പിനോട് വിടാം, ഹങ്കർ റിലീഫ്, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, പിന്നെ എൻവയൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്താൻ മുൻകൈയെടുക്കാൻ നമ്മുടെ നെടുമങ്ങാട് ലയൺസ് ക്ലബ് ഭാരവാഹികളെയും പ്രത്യേകിച്ച് വേണാട് ഹോസ്പിറ്റലിലെ ഡോക്ടർ അയ്യപ്പനെയും അവരോടുള്ള നന്ദി അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ആദ്യം തന്നെ. പിന്നെ മാത്രമല്ല, നിങ്ങളെല്ലാവരും എല്ലാ മാസങ്ങളിലും നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും വിളിച്ചു കൊണ്ടുവരണം. വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ കില്ലിംഗ് ഡിസീസ്, ഇറ്റ്സ് എ ഡിസേബിളിംഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് ചികിത്സ തേടി അതിനോടൊപ്പം തന്നെ ഡയറ്റ് കൺട്രോളും എക്സസൈസും എല്ലാം ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം. ഒരു അതുപോലെ പകുതി കൂടുതൽ ആൾക്കാരും ഒരു അസുഖം വന്ന് എല്ലാം കഴിഞ്ഞ് അങ്ങറ്റം പറ്റുമ്പോഴാണ് ഇത് അറിയുന്നത് തന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡിറ്റക്ഷൻ ക്യാമ്പ്സ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാകുന്നില്ല, ഇതുപോലുള്ള അവയർനെസ് ക്ലാസ്സസും അതിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഈ ഹോസ്പിറ്റലിൽ എല്ലാ മാസവും ഇങ്ങനെ ഇത് നടത്തുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ മാഡത്തിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഏറ്റവും വലിയ ആശംസകളും നേരുന്നു. അതുപോലെ ഈ വർഷം വരുന്ന ഈ വർഷത്തെ എല്ലാ ക്യാമ്പുകളും അവയർനെസ് ക്ലാസ്സുകളും നമ്മളെല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി. കാര്യങ്ങളെല്ലാം
ഒന്നും ഇവർക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. കാര്യം എൻ്റെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കണം. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കേണ്ടത് ഞാനാണ്, എക്സർസൈസ് ചെയ്യേണ്ടത് ഞാനാണ്, വിശ്രമം എടുക്കേണ്ട ഞാനാണ്. അതുപോലെ എല്ലാം നമുക്ക് വേറൊരാളിനെ കൊണ്ട് ചുമതലപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അത് അറിഞ്ഞ് ചെയ്യണമെന്നുള്ള ഒരു സന്ദേശം കൂടെ നൽകുകയാണ്. അപ്പോൾ ഇന്നിവിടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഇത് കേൾക്കാനും എത്തിച്ചേർന്ന നിങ്ങൾക്കും ഒറ്റ വാക്കിൽ ലയൺസ് ക്ലബിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. പനി വരുന്നതൊക്കെ ഏത് വാക്സിൻ ഇട്ടാലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. വാക്സിൻ ഇട്ടു, പിന്നെ വളരെ ചുരുക്കം 1% 2% മാത്രമാണ് ഇൻസുലിൻ ഇൻഫ്ലുവൻസ ഇട്ട് കഴിയുമ്പോൾ വിശപ്പ് കുറയുന്നത് ശരീരത്തിന്. അങ്ങനെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഇത്രയും കാലത്തിന് എൻ്റെ ഒരു പേഷ്യൻ്റ്. കാരണം അവർക്ക് വിശപ്പ് കുറഞ്ഞു, 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മാറി. ഇത് കാണാം, അവർ കാണുന്നു, കുറേ ദിവസം വിശപ്പില്ലാണ്ടിരുന്നു, പിന്നെ അത് തന്നെ അങ്ങ് മാറി. അതൊക്കെ റെയർ കേസുകളാണ്. അതുകൊണ്ടൊന്നും വാക്സിനേഷൻ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊന്നും. സോ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് കുത്തിവെച്ച സ്ഥലത്ത് കൺക്ലൂഷൻ, പ്രതിരോധമാണ് മികച്ച പ്രതിരോധം. വാക്സിനുകൾ പ്രമേഹ രോഗികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പ്രമേഹത്തെ നിയന്ത്രിക്കാൻ വാക്സിനിലൂടെ ആരോഗ്യം സുരക്ഷിതമാണ്. സംശയങ്ങളുണ്ടോ? അല്ല, അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മാത്രമല്ല, നമുക്ക് പിന്നെ എല്ലാ വാക്സിൻസും വേണം. ഇപ്പോൾ ഡെങ്കി വാക്സിൻ വരെ അവൈലബിൾ ഉള്ളത്. ഷിഗല്ല വാക്സിൻ അത് ഇച്ചിരി കോസ്റ്റ്ലി സാധനം. അപ്പോൾ അതിനൊരു ഇഞ്ചക്ഷന് 8,000-9,000 രൂപ വരെയുണ്ട്. അത് വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഷുഗർ ഇല്ലാത്തവർക്കും വരാം, പക്ഷേ ഷുഗറുള്ള പേഷ്യൻസിൽ കൂടുതൽ വരാം. ഹെർപ്പീസ് എന്ന് പറയും, ഹെർപ്പീസ് റോസ്. ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ കുരുക്കൾ മാത്രമായിട്ട് വരാം. ആ കുരുക്കൾ നമ്മൾ നെഞ്ചിലോ വയറിൻ്റെ ഭാഗത്തോ തോളത്തോ ബാക്കിലെ കയ്യിൽ എല്ലായിടത്തും വരാം, വായിൽ വരാം. എല്ലായിടത്തും ഹെർപ്പീസ് റോസ്റ്റർ എന്ന് പറഞ്ഞാൽ, അതായത് മണ്ണൻ പോലെ മീസിൽസ് പോലെ ചെറിയ ചെറിയ കുരുക്കൾ മാതിരി വന്നിട്ട് അത് ചുമന്ന് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അത് ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞാൽ 3 മാസം തൊട്ട് 6 മാസം വരെ അൺസൈക്കബിൾ പെയിൻ. 5 ഇയേഴ്സ്. ന്യൂമോകോക്കല് 2 വാക്സിൻ, ഷിഗല്ല 2 വാക്സിൻ, പിന്നെ ഡെങ്കി 2 വാക്സിൻ. കൊറോണ വാക്സിന് കുറച്ച് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊരു കാരണമേ അല്ല. വാക്സിനുകൾ ഒഴിവാക്കാൻ അതൊരു കാരണമല്ല. ഇൻഫ്ലുവൻസ വാക്സിനകത്ത് കൊറോണ വാക്സിനുള്ള പ്രതിരോധവുമുണ്ട്. ഇപ്പോൾ കൊറോണയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആരും ബഹളം വയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ പനിക്കകത്ത് ഇഷ്ടംപോലെ കൊറോണയാണ്, ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. തുടക്കത്തിൽ മാത്രം ഏതാണ്ട് വലിയൊരു രാക്ഷസൻ ഇങ്ങോട്ട് ഇറങ്ങി എന്തൊക്കെ കോലാഹലം കാണിച്ചത്. അറിയാത്തതിന്റെ കാരണം കുറച്ച് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. വാക്സിൻ എടുത്തത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. കൊറോണ അല്ലാതെ വന്ന ഹെയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ 70% പേർക്ക് ഒരു വാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ ബാക്കി 30% പേർക്ക് ഹെയർഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വാക്സിൻ നമ്മുടെ ശരീരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മറ്റ് വൈറസ്, അതായത് ഇൻഫ്ലുവൻസ വൈറസ് വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കുക, പലതരത്തിലുള്ള. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നതിന് കൂടി ചെറിയ ചൂടുവെള്ളത്തിൽ പാകം 2 കാത്തു വെച്ച്, അതായത് വലിയ ചൂടല്ല, കയ്യിലിട്ടാൽ ഒരു വിരൽ കുത്തിയാൽ താങ്ങാവുന്ന ചൂട്. ഈ വെള്ളം തിളച്ച വെള്ളത്തിനകത്ത് കാല് വെച്ചിട്ട് പൊള്ളിച്ചുകൊണ്ട് വരാനാണ്. കൈയിട്ടാൽ താങ്ങാവുന്ന ചൂട്, അല്ലെങ്കിൽ വീട്ടുകാരോട് പറയും, ആരോട് കൈ വെച്ച് താങ്ങാവുന്ന ചൂടിൽ 10 മിനിറ്റ് ഉണ്ണി പരടുപ്പ് അല്ലെങ്കിൽ തനി വെള്ളമാകാം,